തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽപ്പെടുത്തി കളക്ടറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഒരു ലോണങ്ങ് ഒപ്പിക്കാമല്ലോ. കളക്ടറുടെ ജാമ്യം കൂടി ഉണ്ടെങ്കിൽ പുഷ്പം പോലെ കിട്ടും. എന്നിട്ട് അത് വാങ്ങി ഈ പട്ടിക്കൂട് പോലെ ഇരിക്കുന്നത് അങ്ങ് ഇടിച്ചു പൊളിച്ചങ്ങ് കളാ. എന്നിട്ട് വർക്കത്തുള്ള ഒരു ഹോട്ടൽ അങ്ങ് തുടങ്ങും. പേര് വേണമെങ്കിൽ ഇത് തന്നെ കിട്ടോ, കുടുംബശ്രീ ശാരദയുടെ ഹോട്ടൽ. നീ മനസ്സിൽ വെച്ചോ, കരുതിയിരുന്നോ. ഇത് ഞാൻ ഇടിച്ചു പൊളിച്ച് കളഞ്ഞ് വാഴകൃഷി നടത്തും. വാഴകൃഷി. ഇനി എനിക്ക് വ്രതമാ. ശാന്ത ഇതൊരു ചായ എടുക്കാൻ പോയില്ലേ? എന്റെ ശാന്ത ഒരു ചായ എടുക്ക്. പോ. ഒരു കസ്റ്റമർ വന്ന ഇങ്ങനെയാണോ പെരുമാറുക? ചെല്ല് ശാന്ത. ശാരദാമ്മേ, ജോലിക്കാരോട് ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? ഇങ്ങനല്ലേ ബിസിനസ് പിടിക്കേണ്ടത്? ആ, ചായക്ക് മധുരം കുറയ്ക്കണ്ട കേട്ടോ, കടുപ്പവും. സുസ്മിതേ, ഇവിടുത്തെ ചായ കുടിക്കാരെന്ന് പറയുന്നത് സാധാരണക്കാരാ. അവരാരും ജയിലിൽ കിടന്നിട്ടുള്ളവരല്ല. അതുകൊണ്ട് തന്നെ നീ ഉദ്ദേശിക്കുന്ന കടുപ്പം ഇവിടുത്തെ ചായക്ക് ഇപ്പൊ ഇല്ല. കുടിച്ചു നോക്കട്ടെ, എന്നിട്ട് പറയാം കടുപ്പമുണ്ടോ ഇല്ലയോ എന്ന്. ശരിയാ, ആ പഴയ രുചി ഇപ്പൊ ഇല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? ആ, ഭൂമി ദേവിക്ക് സമർപ്പിക്കും. ദാ ഇങ്ങനെ. ഇതുപോലെ മണ്ണിൽ അലിയിപ്പിക്കും എല്ലാത്തിനും ഞാൻ. അമ്മയല്ലേ പറഞ്ഞത് എല്ലാ പ്രശ്നങ്ങളും തീർന്ന് സ്വസ്ഥമായെന്ന്. ഇപ്പൊ ഇവിടെ വന്ന് ഈ തിളച്ചു മറിഞ്ഞു പോയാൽ മുതൽ മാത്രം മതി വീണ്ടും ഒരു ലോകമഹായുദ്ധം ഉണ്ടാക്കാൻ. ആറ്റം ബോംബ. അടുക്കാൻ കൊള്ളാത്ത, അടുപ്പിക്കാൻ കൊള്ളാത്ത, അകറ്റി നിർത്തേണ്ട ഇനം.